സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ സേലം നാമക്കൽ ഭാഗത്തേക്കാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒറ്റപ്പാലെത്തി. ഒറ്റപ്പാലം ഞങ്ങൾ പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ട് 6 മണിക്കാണ് ഒറ്റപ്പാലെത്തിക്കുന്നത്. സേലത്തെത്തണമെങ്കിൽ രാത്രി 2 മണിയാവും. അപ്പോൾ പോകണ വഴിക്ക് 1-2 വീഡിയോ ഇങ്ങനെ എടുക്കാമല്ലോ വെച്ചിട്ടാണ്. പോയി തിരിച്ചു വരാമെന്നുള്ള വീഡിയോ മൊത്തം വരെ നോക്കിയപ്പോൾ 3 പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ടാണിത്. ഇതൊരു 18 മിനിറ്റ് 19 മിനിറ്റ് ഉണ്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോണ ഭാഗത്ത് അതാണ്, വേറൊന്നുമില്ല. സംഗതി ഒരു രസമല്ലേ, ഒരു യാത്രയാവും. വേറൊരാൾ യാത്ര ചെയ്യുമ്പോൾ അവരെ കൂടെ കൂടിയതാണ്. നമ്മളെ സുഹൃത്ത് തന്നെയാണ്. സുഹൃത്തുക്കൾ 2 ആളുണ്ട്. അവർ സേലത്ത് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവരെ കൂടെ അങ്ങനെ പോകുന്നു. അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടെയുള്ള യാത്രയാണ് ഞങ്ങൾ. അപ്പോൾ ആ യാത്രയിലാണ് ഇപ്പോൾ. ഈ 3 വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണും. സ്ഥലങ്ങൾ കുറേ കാണാനുണ്ട്. ഇപ്പം രാത്രിയാകാരം അങ്ങനെയൊന്നും കാണുന്നില്ല സ്ഥലങ്ങൾ. ഇപ്പോൾ പോയി രാത്രി ഒരു 2 മണിയോടെ എത്തി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ പകലാവും വരിക. പകൽ വീതം വീഡിയോ ഒക്കെ എടുത്ത് 2-3 സെക്ഷനായിട്ടാണ് ഇതിലിടാൻ പോകുന്നത്. അത് മറക്കാതെ കാണുക. സേലത്തിനൊരു 100 ഓർഡറോ കൃഷ്ണഗിരി ചന്തന്ന് കൃഷ്ണഗിരി ஞாயிற்றுக்கிழமையா? என்னது மண்ணமாடு? കിട്ടുള്ളൂ. ആ സീറ്റ് ഉണ്ടല്ലോ, മൂപ്പരോട് കിട്ടും. ആ മൂപ്പരോട് തന്നെ കിട്ടും. എനിക്കറിയാന്നല്ലൊക്കെ മനസ്സിലാക്കണേ. മൂപ്പരോട് കിട്ടും. ഞങ്ങൾ തൊട്ടടുത്താ. നമ്മളന്ന് സേലത്തേക്ക് ഭയങ്കര പെട്ടടച്ച് പോയിട്ടാ. ഹലോ, ഞങ്ങൾ സേലം നാമക്കല്ലെത്തി. 2 മണി ഏകദേശമായി. വളരെ ചായ ക്ഷീണിരിക്കുന്നു. കടല റോസ്റ്റ് ആ നേരത്തൊക്കെ ഇവിടെ ചായക്കട തുറന്നിരിക്കും.
ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടാ. സൈഡ് ഇതാണ് സേലം നാമക്കൽ സ്ഥലം. ഇതാണ് ചന്ത. ചന്തയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുക. വണ്ടിയിൽ വന്ന് കഴിഞ്ഞ് ഉറങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങും. നല്ല ഉറക്കമുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുമാവാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനും ഒരാളും കൂടിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൈസ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പുറം കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകണം. മറ്റാൾ അവിടെ ഉണ്ട്. തിരിച്ച് വന്നിട്ട് വീണ്ടും നമ്മളവിടേക്ക് വരും. അപ്പോൾ ഈ തൽക്കാലം കുറച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് അവിടെ നാമക്കൽ ഭാഗത്ത് അപ്പം ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. ജംഗ്ഷനിൽ നമ്മളെ പൊന്നാനി സ്റ്റോപ്പിൻ്റെ അടുത്ത് ഹൈവേണ്ട് ഇറങ്ങണ പാട് ഇവിടുന്ന് ലെഫ്റ്റ് മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളി, മല്ലികപ്പൂ കണ്ടാൽ ഒരു പാലം നോക്കി. ഇതാണ് നെയ്നാമല മലകളെ. സുഹൃത്തുക്കളെ, ഇതാണ് നെയ്നാമല. അവിടെ സേലം എന്താണ് സ്ഥലത്തിൻ്റെ പേര്? നാമക്കല്ല്. നാമക്കല്ല് ഭാഗത്ത് അങ്ങനെ പോയി അവിടുന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ കരിമ്പനൊക്കെ നമ്മളങ്ങോട്ട് വെട്ടി വെക്കാൻ കൊണ്ടുവരും. കരിമ്പൻ തേങ്ങന്റെ രക്ഷയില്ല, നല്ല മലയാണ്. സംഗതി നല്ല പാട്ടാണല്ലേ, സിനിമാ പാട്ടല്ലെങ്കിൽ കൂടി. അറിഞ്ഞിണ്ടാവൂല. അല്ല, നിങ്ങൾ വരുമ്പോ ഒന്നിൽ കൂടെ ഒന്നും കൂടി ആവുമല്ലോ. ചിലവർ അറിയാത്തവരുണ്ടാവേ.
വെള്ളംകുടിയിലാട്ടോ, വെള്ളംകുടിയിലാണ് പൈസ. ഈ മരം എന്താന്ന് നിങ്ങൾക്കറിയാം? നമ്മളിത് കണ്ടാ വിചാരിക്കും വേറെ എന്തെങ്കിലും പുളിയട്ടാ. ഈ പുളിന്റെ ഈ മരം എന്ന് പറഞ്ഞാല് അത് കൊല്ലം കോട്ടയം ടീമിന്റെ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, ശുദ്ധമായി ശ്വസിക്കുക. എന്തുണ്ടാവണം മണ്ണാട്ടോ അല്ലേ? അതാണ് കറുത്ത മണ്ണ്. എന്ത് വിത്തിട്ടാലും അവർക്ക് പ്രശ്നമല്ല. നമ്മളവിടെ ഈ കഴിക്കണ ഇതിൻ്റെ പിടിക്കാൻ എന്ത് പാടാച്ചിട്ടാ. ഇവിടെ ഒരു പടുമരായിക്കണം. ഇവിടെ പടുമരായി കഴിക്കേണ്ടി. ഇവിടുന്നൊക്കെ തന്നെ നമ്മളാ സാധനം വരുന്നത്. നമ്മളിപ്പോ സൈസായി വരുന്നുണ്ടല്ലോ, സൈസായി വരുന്നൊക്കെ കഴിക്കണ ഇപ്പൊ ഇവിടുന്ന് തന്നെയാണ്. സംഗതി ചീമക്കൊന്ന പെരിന്തൽമണ്ണ ഭാഗത്ത് ചീമക്കൊന്നന്റെ കാതലായിട്ട് കട്ടിലുണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മളവിടെ അത്ര വലിയ ചീമക്കൊന്നല്ല. കാതലാവണമെങ്കിൽ എത്ര തടി വെക്കണം, എത്ര കാലം കഴിയണം. അതാ പറഞ്ഞത്. അവിടെ ചില കാടുകളിലൊക്കെ ചീമക്കൊന്നുണ്ട് ഇഷ്ടമാതിരി. ഒരു കട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഈ കഴിക്കണ പിന്നെ പറയും വേണ്ട. അടിപൊളി. ഇപ്പൊ നമ്മളവിടെ ഒന്നും കാണാൻ കിട്ടൂല. ഇവിടെ ഇപ്പൊ ഇതൊക്കെ കഴിക്കണ വേപ്പ, അത് കംപ്ലീറ്റ് കഴിക്കണ വേപ്പ. കഴിക്കണ വേപ്പല്ലാത്തൊരു സംഭവമില്ല. നല്ല ശ്വാസനാണത്. നല്ല ശ്വാസമാണ് നമുക്ക് തരിക. ശുദ്ധവായു. പിന്നെ ആയുർവേദിക് ഇങ്ങനെയുള്ള കുറെ ഇതൊക്കെ ഉണ്ട് ഇതിന് സംഭവം. വിളിക്കുന്നു. തമിഴ്നാട്ടിലാണ്. ഒരു 2 മണിയാകുമ്പോൾ എത്താം. എന്താ
എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് വരേണ്ടത് ഞാൻ എടാ വന്ന പാട് പോവാ പറഞ്ഞാളെ. ഞാനെത്തുമല്ലോ അവിടെ. സപ്പോർട്ടാ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത 2ാം ഭാഗത്തിൽ ബാക്കി